ഞാൻ എൻ്റെ സാക്ഷ്യം പറയാം. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മാനസാന്തരം അത് സമൂലമായിരുന്നെന്ന്. എനിക്ക് 13-14 വയസ്സുള്ളപ്പോഴാണ് യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് വരാനായിട്ട് ഞാൻ ക്ഷണിച്ചത്. എന്നാൽ അതിലെനിക്ക് ഉറപ്പില്ലായിരുന്നു. എന്നാൽ എനിക്ക് 19.5 വയസ്സുള്ളപ്പോൾ, അന്ന് ഞാൻ നേവിയിൽ ജോലി ചെയ്യുകയാണ്, ഞാനൊരു വാക്യം വായിച്ചു. യോഹന്നാൻ 6:37. എൻ്റെ അടുക്ക് വരുന്നവനെ ഒരു നാളും ഞാൻ ഉപേക്ഷിക്കുകയില്ല. അന്ന് എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പ് കിട്ടി. ശരിയാണ്, മുമ്പ് ഞാൻ ഈ വാക്യം വായിച്ചിട്ടുണ്ട്. എന്നാൽ എങ്ങനെയോ പരിശുദ്ധാത്മാവ് ആ വാക്യം എൻ്റെ ഹൃദയത്തിൽ എഴുതി. ഇതെത്ര അത്ഭുതകരമാണ്! നിങ്ങൾ ദൈവവചനം വായിക്കുമ്പം പരിശുദ്ധാത്മാവ് ഒരു വാക്യമെടുത്ത് ഹൃദയത്തിൽ അത് എഴുതി തരുന്നത്. ഞാൻ പറയട്ടെ, ആ വാക്യം എൻ്റെ ഹൃദയത്തിൽ എഴുതിയതിൻ്റെ ഫലം 1959 ജൂലൈയിലാണത്. 64 കൊല്ലങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത്. ഈ 64 കൊല്ലത്തിൽ ഒരിക്കലും ദൈവം എന്നെ സ്വീകരിച്ചെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായില്ല. ഞാൻ പൂർണ്ണനായെന്നല്ല, എൻ്റെ ജീവിതത്തിൽ പല ഉയർച്ച താഴ്ചകളുണ്ടായിട്ടുണ്ട്. എൻ്റെ ആദ്യ നാളുകളിൽ പലപ്പോഴും ഞാൻ വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്തു. മിക്കപ്പോഴും ഞാൻ തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അവൻ എന്നെ സ്വീകരിച്ചു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. ഇതാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒന്നാമത് പറയുന്നത്. ഈ കാര്യം നിങ്ങൾക്ക് നിശ്ചയമായിരിക്കണം. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ടെങ്കിൽ, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നൊരു ദുഃഖം മാത്രമല്ല, നിശ്ചയമായും ഒരു കള്ളൻ അവൻ പിടിക്കപ്പെട്ടാലും അവന് ദുഃഖം തോന്നും. ചിലപ്പം നമ്മൾ ദുഃഖിക്കുന്നത് നമുക്ക് നരകത്തിൽ പോകേണ്ടാത്തതുണ്ടാകാം. ഞാൻ എൻ്റെ സൃഷ്ടാവിനെ ദുഃഖിപ്പിച്ചു എന്നുള്ള ദുഃഖവും ഞാൻ നരകത്തിൽ പോകുമല്ലോ എന്നോർത്ത് എനിക്കുണ്ടാകുന്ന ദുഃഖവും തമ്മിൽ വളരെ വളരെ വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ചെയ്യുന്ന സകല പാപവും നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ അവമാനിക്കുകയാണെന്ന്. അത് പിന്നെയും നിങ്ങൾ ആ ആണി യേശുവിൻ്റെ കൈകളിൽ അടിക്കുന്ന പോലാണ്. നിൻ്റെ പാപത്തിനു വേണ്ടി അവൻ ക്രൂശിൽ തൂങ്ങിയ സമയത്ത് നാം ആ ക്രൂശിലേക്ക് നോക്കുമ്പം പാപത്തിൻ്റെ ഗൗരവം എന്താണെന്ന് നാം കാണണം. എൻ്റെ പാപത്തിനു വേണ്ടി യേശു ആ ക്രൂശിൽ തൂങ്ങി കിടക്കുന്നത് ഞാൻ പലപ്പോഴും ധ്യാനിക്കാറുണ്ട്. പിതാവിനാൽ അവൻ ത്യജിക്കപ്പെട്ടത് എൻ്റെ പാപത്തിനു വേണ്ടിയാണ്. ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടിയല്ല, എൻ്റെ പാപത്തിനു വേണ്ടി. ഞാനെന്ന് പറയുന്ന ഈ വ്യക്തിക്ക് വേണ്ടി എപ്പോഴും ഞാനത് ചെയ്യാറുണ്ട്. ഇന്നും ഞാനത് ധ്യാനിക്കാറുണ്ട്. ദൈവം അതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പാട് എനിക്ക് തരുന്നുണ്ട്. ക്രൂശിൻ്റെ അർത്ഥം എന്താണെന്ന്, എന്ത് വിലയാണ് യേശു അവിടെ കൊടുത്തതെന്ന്. അത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പം ഞാൻ എൻ്റെ കാര്യം പറയാം. അത് കൂടുതൽ എനിക്ക് മനസ്സിലായപ്പം, ക്രിസ്തു എന്ത് വിലയാണ് അതിനുവേണ്ടി കൊടുത്തതെന്ന് മനസ്സിലാക്കിയപ്പം കൂടുതൽ സ്നേഹം സ്വാഭാവികമായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്നു. ഞാനത് ഉൽപ്പാദിപ്പിക്കേണ്ട, അത് സ്വാഭാവികമായിട്ട് വരും. ഒരാൾ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു നിങ്ങൾ കണ്ടാൽ തിരിച്ച് സ്നേഹിക്കാൻ ആരും പറയണ്ട. എന്നാൽ നിങ്ങളെ ആരോ ഉപദേശിക്കുകയാണ്, ഈ ആളെ സ്നേഹിക്കണം, ഈ ആളെ സ്നേഹിക്കണം. ഒരുപക്ഷെ നിങ്ങളതിന് ശ്രമിക്കുമായിരിക്കും, എന്നാൽ അത് വിജയിക്കണമെന്നില്ല. എന്നാൽ ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ, ആ വ്യക്തി നിനക്ക് വേണ്ടി എത്രമാത്രം ത്യാഗം ചെയ്തെന്ന് നിനക്ക് മനസ്സിലായാൽ, അപ്പം അത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാവും. അപ്പോൾ നിങ്ങൾക്ക് അവനെ സ്നേഹിക്കാൻ കഴിയും. ഇതാണ് എനിക്ക് സംഭവിച്ചത്. ഞാൻ ക്രൂശിനെ പറ്റി ധ്യാനിക്കാൻ തുടങ്ങിയപ്പം ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത്, നിങ്ങൾ ധാരാളം സമയമെടുത്ത് കാൽവറി ക്രൂശിനെ പറ്റി ധ്യാനിച്ചുകൊണ്ട് പറയണം, കർത്താവെ, ക്രൂശ് എന്താണെന്ന് കാണാനായിട്ട് എൻ്റെ കണ്ണുകളെ അങ്ങ് തുറക്കുമാറാകണേ. അതെനിക്കൊരു പഴയ കഥയായിരിക്കരുത്, അതെപ്പോഴും എനിക്ക് പുതുതായിരിക്കണം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, സ്വർഗത്തിൽ അവർ ക്രൂശിനെ പറ്റി പാടുന്നുണ്ട്. അവർ പാടി, അറുക്കപ്പെട്ട കുഞ്ഞാട്, നീ യോഗ്യൻ. അതാണ് സ്വർഗത്തിലെ പാട്ട്. രക്തത്തെ പറ്റിയാണ് അവർ പാടുന്നത്. അതുകൊണ്ടാണ് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. അവിടെ കാണുന്നത്, ഈ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. നമുക്കത് നോക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ അവിടെ പറയുന്നു, നീ യോഗ്യൻ. ഇത് നാം കാണുന്ന 9-ാമത്തെ വാക്യത്തിലാണ്. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളും ഭാഷകളിൽ നിന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. ചിന്തിച്ചു നോക്കൂ, നിത്യത മുഴുവൻ ഞാൻ ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് പാടും, അവൻ്റെ ക്രൂശിലെ മരണത്തെക്കുറിച്ച്. ഈ വെളിപ്പാട് പുസ്തകം 5:9 അനുസരിച്ച് ഞാൻ നിത്യത മുഴുവനും ഈ പാട്ട് പാടുമെങ്കിൽ
എന്തുകൊണ്ടാണ് ഇപ്പം ഞാനതിനെപ്പറ്റി ചിന്തിക്കാത്തത്? എനിക്കതൊരു പഴയ കഥയല്ല. ശരിയാണ്, ഇത് ഞാൻ അനേക വർഷങ്ങൾക്ക് മുമ്പ് കേട്ടതാണ്. എന്നാൽ അത് ഇന്നും പുതിയതാണ്. വെളിപ്പാട് പുസ്തകം 5:9 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവരൊരു പുതിയ പാട്ട് പാടി. നിങ്ങൾക്കറിയാമോ എന്താണ് ഈ പുതിയ പാട്ടെന്ന്? നമ്മളൊന്ന് ചിന്തിച്ചേ. നമ്മളൊരു പുതിയ പാട്ട് പാടുന്നു. നിങ്ങളൊരു പാട്ട് പാടുന്നത് കേൾക്കുമ്പോൾ, ഇന്ന് നമ്മൾ പല പാട്ടും പാടി, അതൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായിരുന്നു. എന്നാൽ നിങ്ങൾ മുമ്പൊരിക്കലും കേൾക്കാത്ത ഒരു പാട്ട് കേട്ടാൽ അത് നിങ്ങൾക്കൊരു പുതിയ പാട്ടാണ്. നീ അത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. മുമ്പ് ഞാനത് കേട്ടിട്ടില്ലല്ലോ. പ്രത്യേകിച്ച് അത് വളരെ മനോഹരമായ വരികൾ ഉള്ളതാണെങ്കിൽ. ചിലപ്പോൾ ഞാൻ വളരെ അർത്ഥമുള്ള ഒരു പാട്ട് കേൾക്കുമ്പോൾ ഞാൻ പറയും, എനിക്കത് പഠിക്കണം. അതാണ് ഒരു പുതിയ പാട്ട്. അത് വളരെ പുതുമയുള്ളതാണ്. സ്വർഗത്തിൽ ഈ പാട്ട് പാടുമ്പോൾ അവർക്ക് അതൊരു പുതിയ പാട്ടാണ്. അതെന്താണ്? യേശു എനിക്കായിട്ട് മരിച്ചു. നിങ്ങൾ പറയാം അതൊരു പുതിയ പാട്ടാണോ? ശരിക്കും നീ ഒരു പിന്മാറ്റക്കാരനാണ്. എൻ്റെ പ്രിയ സഹോദരന്മാർ, സ്നേഹത്തോടാണ് ഞാൻ പറയുന്നത്. യേശു എനിക്കായിട്ട് മരിച്ചു എന്നുള്ളത് അവരൊരു പുതിയ പാട്ട് പാടുകയായിരുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 5:9 ഞാൻ വായിച്ചപ്പം. പുതിയതെന്ന് പറഞ്ഞാൽ പുതുമയുള്ളത്. അതിനർത്ഥം യേശുക്രിസ്തുവിൻ്റെ മരണവും യേശു ഒഴുകിയ രക്തവും. അത് സ്വർഗത്തിൽ എപ്പോഴും പുതിയതാണ്. ഇന്നു മുതൽ 10,000 വർഷം കഴിഞ്ഞാലും ഞാൻ സ്വർഗത്തിൽ നിൽക്കുമ്പം ഞാൻ പാടും, യേശു തൻ്റെ രക്തം എനിക്ക് വേണ്ടി ഒഴുക്കി. അത് ഞാൻ ആദ്യം കേൾക്കുന്നത് പോലെ തന്നെയായിരിക്കും. അത് ഞാൻ ആദ്യമായിട്ട് പാടുന്ന പോലെ. കർത്താവേ, പാപിയായ എനിക്ക് വേണ്ടി അവിടുത്തെ രക്തം ഒഴുക്കിയോ, നന്ദി. അതെന്നെ ആവേശം കൊള്ളിക്കും. അതെന്നെ പഠിപ്പിച്ചത് ഇതാണ്. അങ്ങനെയാണ് ഇപ്പം യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിനെ പറ്റി ഞാൻ പാടേണ്ടത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അതെനിക്ക് ഒരു സാധാരണ കാര്യമാകരുത്. യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചെന്നുള്ള കാര്യം. ഇതുകൊണ്ടാണ് അനേക ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ വളരെ കുറച്ച് മാത്രം ആത്മീയ പുരോഗതി ഉണ്ടാകുന്നത്. അവർക്കത് സർവ്വസാധാരണമായൊരു കാര്യമാണ്, യേശുക്രിസ്തു അവർക്ക് വേണ്ടി മരിച്ചെന്നുള്ള കാര്യം. അത് എത്രയോ നാളുകളായിട്ട് എനിക്കറിയാം. ഇതുപോലാണത്. നിങ്ങൾക്കറിയാമോ 2 × 2 4 കാര്യം? അതെനിക്ക് 5 വയസ്സുള്ളപ്പം തന്നെ ഞാൻ പഠിച്ചതാണ്. ആ നേഴ്സറിയിൽ 2 × 2 കൂട്ടിയ 4. നിങ്ങൾക്കിങ്ങനാണോ ഇത്? യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചെന്നുള്ള കാര്യം വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണോ? ഞാൻ പറയും, കർത്താവ്, ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആകരുത്. ഒരു പുതിയ പാട്ട്, എന്നും പുതുമയുള്ള ഒരു പാട്ട്. എന്താണത്? യേശു എൻ്റെ പാപത്തിനായിട്ട് മരിച്ചു. തൻ്റെ രക്തം അവൻ എനിക്ക് വേണ്ടി ഒഴുക്കി. ഈ ഹീനനായ പാപിയുടെ പാപം ക്ഷമിക്കാൻ. എൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതം മുഴുവനും എനിക്കങ്ങനെ ആയിരിക്കണം. അതാണ് എൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം കൊണ്ടുവന്നത്. അതാണ് കർത്താവിൻ്റെ കൂടുതൽ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ തരുവാനുള്ള കാരണം. നിങ്ങൾ ലേവ്യ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ആ പുരോഹിതനെ അവർ അഭിഷേകം ചെയ്യുന്ന സമയത്ത് അവൻ്റെ മേലെ അവരൊരു മൃഗത്തിൻ്റെ അല്പം രക്തം ഒഴിക്കും, അവൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്. അതിനുശേഷം അവർ ഒരു തുള്ളി എണ്ണ ഒഴിക്കും ആ രക്തത്തിൻ്റെ മുകളിൽ. അങ്ങനെയാണ് പുരോഹിതന്മാർ അഭിഷക്തരാകുന്നത്, അവരെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്, അത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഒരു സാദൃശ്യവും അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെയും. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. ക്രിസ്തുവിൻ്റെ രക്തത്തെ കൂടുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിലമതിക്കുമ്പം കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ പ്രാപിക്കാൻ എനിക്ക് കഴിയും. ഈ എണ്ണ രക്തത്തിൻ്റെ മുകളിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾ ലേവ്യ പുസ്തകം എടുത്ത് അത് വായിച്ചു നോക്കുക. പല പ്രാവശ്യം അത് പറയുന്നുണ്ട്. അവരാദ്യം ഒരു തുള്ളി രക്തമൊഴിക്കും, അതിൻ്റെ മുകളിൽ ഒരു തുള്ളി എണ്ണ ഒഴിക്കും. പഴയ നിയമത്തിലെ ഈ കൽപ്പനകൾക്കൊക്കെ ഒരു അർത്ഥമുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. ഇതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിൻ്റെ രക്തത്തിൻ്റെ വില മനസ്സിലാക്കുമ്പോൾ, അത് നൽകാൻ വേണ്ടി അങ്ങ് എത്ര വിലയാണ് കൊടുത്തതെന്ന് അറിയുമ്പോൾ, നീ ആ ക്രൂശിൽ എന്തൊക്കെ സഹിച്ചു എന്നുള്ളതിൻ്റെ വില ഞാൻ മനസ്സിലാക്കുമ്പോൾ, അതിന് ഞാൻ എത്രമാത്രം വില കൽപ്പിക്കുമോ അത്ര കൂടുതൽ തൻ്റെ അഭിഷേകം ദൈവം എനിക്ക് തരും. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട, കർത്താവേ, നിൻ്റെ ആത്മാവിനെ പകരണമേ, ആത്മാവ് കൊണ്ട് നിറയ്ക്കണേ. ആത്മ നിറവിനായിട്ട് ആളുകൾ പ്രാർത്ഥിക്കും. എന്നാൽ അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ
അവരത് പ്രാപിച്ച ശേഷം അടുത്ത ദിവസം അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസവുമില്ല. അടുത്ത വർഷം നോക്കിയാലും ഒരു വ്യത്യാസവും കാണാനില്ല. സഭയിൽ പോയി ഉച്ചത്തിൽ സ്തുതിക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു. അവരുടെ കൈ ഉയർത്തുന്നു. അവരാത്മാവുകൊണ്ട് നിറഞ്ഞെങ്കിൽ അവരുടെ ജീവിതം കൂടുതൽ ക്രിസ്തുതുല്യമാകണ്ടേ? പരിശുദ്ധാത്മാവ് വരുന്നത് നമ്മെ ക്രിസ്തുതുല്യരാക്കാനാണ്. അതാണ് ആത്മീയ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ. ഒരു വാക്കിൽ ആത്മീയ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ കൂടുതലാകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയിൽ, മറ്റുള്ളവരോടുള്ള മനോഭാവത്തിൽ, ദൈവത്തോടുള്ള മനോഭാവത്തിൽ, സഹോദരന്മാരുടെ മനോഭാവത്തിൽ, ദൈവത്തോടുള്ള ഭക്തിയിൽ ക്രിസ്തുവിനെ പോലെ കൂടുതലാവുക, ക്രിസ്തുവിനെ പോലെ കൂടുതലാവുക. അതാണ് ആത്മീയ അഭിവൃദ്ധി. ദൈവവചന ജ്ഞാനമല്ല.